നമസ്കാരം. ശ്രീ പുതുശ്ശേരി രാമചന്ദ്രന്റെ പാവക്കൂത്ത്. അഗ്നിയിലൂടെ മാത്രം സഞ്ചരിച്ചവൾ ഞാനേതഗ്നിയിലിനി ആത്മശുദ്ധി തേടേണ്ടു രാമ. ഏഴുനാവാലും എന്നെ ദംശിച്ചു തളർന്നഗ്നി വീണതാണ്. ഇനി ഏതു ശുദ്ധിയോ പരീക്ഷിപ്പൂ. ഇനിയും പരീക്ഷിക്കൽ അഗ്നിചാരമായി പോമേ, ഇടിമിന്നലായി പൊട്ടിച്ചിതറിപ്പോമേ സൂര്യൻ. ഞാൻ ശാപിക്കില്ല, സർവം സഹതൻ മകളല്ലോ സീത. ശുദ്ധരിൽ ശുദ്ധൻ രാമനെന്നറിയുന്നോൾ, ആര്യധർമ്മത്തിൻ വഴിമാറി സഞ്ചരിക്കാത്ത വീരശൂരനാം ജിതേന്ദ്രിയൻ എൻ പ്രിയതമൻ. കളിയായി പോലും പൊളിവാക്കുരിയാടിയിടാത്തോൻ, പരനാരിയെ സ്വപ്നത്തിലുമേ ദർശിക്കാത്തോൻ, കാമജ വ്യസനങ്ങളൊന്നുമേശാത്ത സത്യകാമന് കൊടും കാട്ടിലേക്കയച്ചവരാരെ. രാക്ഷസർ വാഴും ദണ്ഡകാരണ്യത്തിലാവട്ടെ രാമനു അനവാസമെന്നതാരുടെ ബുദ്ധി. രുതിതാനുസാരിയാം കവി ഈ ദയനീയ ദുരിതങ്ങളൊന്നൊന്നായി പകർത്തി പാടിക്കേൾക്കേ. നാളെ മറ്റൊരു കവി പാടിടാം രാമായണം. ഭീതിതം ഒരു പാവക്കൂത്തിന്റെ പാടാന്തരം. കുലവില്ലുമായി ഇടിമിന്നലായി ആ ദണ്ഡകവനമാകെ നീ കത്തിജ്വലിച്ചു പായും നാളിൽ, നാഥാ നിൻ തൃക്കാലടി പറ്റിയൊഴുകിയൊരേകവേണി ഞാൻ കാട്ടുപുഴയെ മറന്നുവോ. ഋതുവായതുപോലും ഭർതൃഗേഹത്തിൽ വെച്ചാണതു നാളിൽ ഞാൻ പൊട്ടിക്കരഞ്ഞതോർക്കുന്നില്ലേ. മൈഥിലി മനോഹരി എന്നു നീ തഴുകിയെന്മയാകെ കുളിർ കോരിച്ചൊരിഞ്ഞതോർക്കുന്നില്ലേ. പെറ്റു വീണപ്പോൾ തന്നെ ഭൂമിയിൽ ഉപേക്ഷിക്കപ്പെട്ടവൾ, ജനകനാലെടുത്തു വളർത്തവൾ. ഋതുവായിടും മുൻപേ രാജന്യകുമാരന്റെ ദൃഢബാഹുക്കൾക്കുള്ളിലായി സമർപ്പിക്കപ്പെട്ടോൾ. പ്രാണനും തൃണമാക്കി ചാരിത്രം സംരക്ഷിച്ചോൾ. പ്രാണനാഥന്റെ സന്ദേഹാഗ്നിയിലൊരുകിയോ. അഗ്നിശുദ്ധയായി തന്നെ മടങ്ങി വന്നെന്നാലും ഗർഭവാർത്തയാൽ വീണ്ടും പരിത്യക്തയായുള്ളോ. ഇനി ഏതഗ്നിയിലാണ് ആത്മശുദ്ധി എന്നാഥ. ഇനി ഏതാഹവനിയാഗ്നിയിലുരുകേണ്ടു. ഒരു പുത്രനു വേണ്ടി യാഗം ചെയ്തതാണച്ഛൻ, ഇരുപുത്ര ഗർഭത്തെ ത്യാഗം ചെയ്തോ പുത്ര. പെണ്ണ് കണ്ണീരും കൊണ്ടു പിറന്നോൾ, ഇവൾ കൊണ്ടോ മണ്ണടിവോളം മണ്ണിലിത്തിരി മനസ്വാസ്ഥ്യം. നന്ദി.